ലൂസിഫർ ഒരു ക്ലാസ് സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ എമ്പുരാൻ ഒരു ക്ലാസ് ആൻഡ് മാസ് സിനിമയാണ്. അവിടെ നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളിയെ മാത്രമാണ് കണ്ടത്. ഖുറേഷി ഇബ്രാഹിമിനെ അവസാനത്തെ ഒരു 2 മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ലൂസിഫറിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണില്ല. ഇവിടെ ഫുൾ ഖുറേഷി ഇബ്രാഹിമിൻ്റെ ഓറ ഫാമിങ്ങുമാണ്. ഇത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ബ്രില്യൻസിനുള്ള സിനിമയൊക്കെയാണ്. പക്ഷേ അതിനേക്കാളിലൊക്കെ ഇത് ലാലേട്ടൻ്റെ ഫാൻ ബോയ് ആയിട്ടുള്ള പൃഥ്വിരാജിൻ്റെ സിനിമ തന്നെയാണ്. അത് നമുക്ക് ഓരോ ഷോട്ട്സിലും ഓരോ സീനിലും കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത്രയ്ക്ക് ഇങ്ങനെ നമുക്ക് ലാലേട്ടനെ എങ്ങനെയാണോ കാണേണ്ടത് അങ്ങനെയാണ് ഓരോ സീനും ചെയ്തു വെച്ചിട്ടുള്ളത്. അമ്മാതിരി ഐറ്റം എന്ന് വെച്ചാൽ അമ്മാതിരി ഐറ്റം. 2 മണിക്കൂർ 57 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. പക്ഷേ എനിക്ക് എവിടെ ഈ സിനിമ ലാഗ് അടിപ്പിച്ചിട്ടായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ ആയ സമയത്ത് 1.5 മണിക്കൂർ ആയോ, 1.5 മണി ഒരു സിനിമ തീരേണ്ട ടൈം ആയി എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞതുപോലും ഇല്ലേ 1.5 മണിക്കൂർ പോയത്. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് പോകുന്നു. ആദ്യം തുടക്കത്തിൽ കുറച്ച് കഥ പറഞ്ഞു പോകുന്നു, പിന്നെ ഇങ്ങനെ ഓരോ സീനുകൾ വരുന്നു, പിന്നെ ആ ഒരു VFX വെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കുറേ സീനുകളൊക്കെ ഉണ്ട്. അത് പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒറിജിനൽ സീൻസ് കാണണം. ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയില്ലേ, ഈ നമ്മളിപ്പോൾ മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് എമ്പുരാനാണെന്നുള്ളത്. ഇനി ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഈ ഒരു സിനിമയായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അമ്മാതിരി ക്വാളിറ്റി. ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ കുറേ കഷ്ടപ്പെടേണ്ടി വരും ഇനിയുള്ള ഡയറക്ടേഴ്സ്. കാരണം അത്രയും കിടിലം ഫ്രെയിംസാണ്, അത്രയും ബ്യൂട്ടിയുള്ള ഫ്രെയിംസാണ്, അങ്ങനത്തെ ഷോട്ടുകളാണ്. പിന്നെ ലാലേട്ടനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത്രയും ഇങ്ങനെ എന്താ ഇപ്പോൾ പറയേണ്ടത്, ലാലേട്ടൻ വരുന്ന സീനുകളെല്ലാം മാസാണ്, പറയുന്ന ഡയലോഗ്സ് എല്ലാം മാസാണ്. പിന്നെ മുരളി ഗോപിയുടെ സ്റ്റോറി നമുക്കറിയാം. ഇത് ലൂസിഫർ പോലെ ഒരു ചെറിയ ലോകത്തിൽ നടക്കുന്ന സ്റ്റോറിയല്ല, അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം നടക്കുന്ന സ്റ്റോറിയല്ല. ഇത് ഖുറേഷി ഇബ്രാഹിം ഗ്യാങ്ങിൻ്റെ അത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഗ്യാങ്ങിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത്രയും വലിയ സ്റ്റോറിയാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിനകത്തെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ ഒരു 3rd പാർട്ട് വരുന്നുണ്ട്. അന്നേരമാണ് ഖുറേഷി ഇബ്രാഹിമിൻ്റെ ഒരു ഫുൾ പവർ നമുക്കറിയണം. ആരാണ് ഖുറേഷി ഇബ്രാഹിം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, എങ്ങനെ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ഖുറേഷി ആയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3ാമത്തെ പാർട്ട് കാണേണ്ടി വരും. ഇതിനകത്ത് ദീപക് ദേവിൻ്റെ മ്യൂസിക് അതൊന്നും പറയണ്ട. അത് ഈ ആ ഒരു സീൻസിന് കൊടുക്കുന്നൊരു ബൂസ്റ്റ് ഉണ്ട്. ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം. പിന്നെ ഈ പറയുന്ന കുറേ രാജ്യങ്ങളിൽ പോയിട്ട് കുറേ അധികം സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്വാളിറ്റി, അതിൻ്റെയൊക്കെ മേക്കിങ്, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഇത്രയും വിഷണറി ആയിട്ടൊരു ഡയറക്ടറുടെ വിഷണറി സിനിമ തന്നെയാണ് എമ്പുരാൻ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത് വേറെ റേഞ്ചിൽ നിൽക്കുന്നു. ഇതെങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നൊന്നും എനിക്കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ ഇതിനകത്ത് പറഞ്ഞ് എന്തെങ്കിലും സ്പോയിലർ ആവരുത് എന്ന് എനിക്കൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു സ്പോയിലറും ഇല്ലാതെ തിയേറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതും ഏറ്റവും ബെറ്റർ സ്ക്രീനിൽ, ഏറ്റവും ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതൊരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. കാരണം അങ്ങനെയാണ് ഈ സിനിമ ചെയ്ത് വെച്ചിട്ടുള്ളത്. OTTയിൽ അല്ലെങ്കിൽ ഫോണിലോ വീട്ടിലെ TVയിലോ കാണേണ്ട ഒരു സിനിമയല്ല, ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. IMAXൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ IMAXൽ കാണുക. IMAXലുള്ള സാധനമുണ്ട്. അത്രയും ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഉള്ളൊരു സിനിമ. മലയാളത്തിൽ നിന്ന് ഇനി ഇങ്ങനൊരു സിനിമ വരണം എന്നുണ്ടെങ്കിൽ എമ്പുരാൻ 3 വരേണ്ടി വരും. അല്ലാണ്ട് വേറൊരു ഡയറക്ടർ ഇങ്ങനൊരു സിനിമ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. ബൈ ഗൈസ്.